ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലക്ക്. നീറ്റിൻ്റെ കൗൺസിലിംഗ് സീരീസ് ആരംഭിച്ചത് മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആയുഷ് എടുക്കണോ സാർ, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് കൂടെ ഇപ്പം ഞാൻ 2018 ഞാൻ MBBS ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആയുർവേദ ഹോമിയോ എടുത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ചോദിക്കുകയുണ്ടായി. അതുപോലെ വെറ്റിനറി അഗ്രികൾച്ചർ അതെടുത്ത സുഹൃത്തുക്കളുണ്ട്. അതായത് ഇപ്പം ഞാനും അവരും തമ്മിലുള്ള ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു 2 ചോദ്യം തെറ്റിപ്പോയി, 2-3 ചോദ്യം തെറ്റിപ്പോയത് കൊണ്ടാണ് അവരിപ്പം അഗ്രികൾച്ചറോ യുനാനി അല്ലെങ്കിൽ ഹോമിയോ ആയുർവേദം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് സിറ്റുവേഷൻ, കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറയണം? സ്വാഭാവികമായും ഇതിലാദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഞാനൊരു MBBS ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയാമെങ്കിലും ബാക്കി ഒന്നിനെക്കുറിച്ചും ഞാൻ സ്വയം ഒരു അഭിപ്രായം പറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട്സിനോട് ആദ്യം ചോദിച്ചത്. അതായത് ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റായി പഠിക്കുന്നവരോടാണ് ആദ്യം ചോദിച്ചത്. അതിനുശേഷം അവരുടെ കൂടെ തന്നെയുള്ള അവിടുന്ന് പഠിച്ചിറങ്ങിയ സീനിയേഴ്സിൻ്റെ നമ്പർ വാങ്ങി ചോദിക്കുകയുണ്ടായി. പിന്നീട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക്, പേഴ്സണലി ഞാൻ ഈ ഒരു ആയുർവേദ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സമയത്തായി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാകാം. അവിടെ പോയിട്ടും അന്വേഷിക്കേണ്ട എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, എങ്ങനെയാണ് ഇതൊക്കെ പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആയുർവേദ ഹോമിയോ അതേപോലെ തന്നെ വെറ്റിനറി അഗ്രികൾച്ചറിനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് ലാബ് ടെക്നീഷ്യൻ അങ്ങനത്തെ കോഴ്സുകളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. വളരെ സിമ്പിൾ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് ഒന്നാമത്തെ കാര്യം. അത് പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഒരുപാട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് എടുത്ത ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പറയുകയല്ല, അതിൽ നിന്ന് മനസ്സിലായ നല്ലത് എന്താണ് മോശം എന്താണെന്ന് അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിൻ്റെ ബേസിലാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ആയുർവേദ ഹോമിയോയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ആയുർവേദ ഹോമിയോയിൽ ഏതാണ് നല്ലത് എന്ന ചോദ്യത്തിന് പലരും പറയുന്നത് ആയുർവേദ എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, MBBS ആണെങ്കിലും BDS ആണെങ്കിലും, MBBSൻ്റെ സിറ്റുവേഷൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് MBBS പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നീറ്റ് PG എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം ഇപ്പോൾ ഞാനൊക്കെ അതിന് പഠിക്കുവാണ്. അത് അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവാണ്. കഴിഞ്ഞ വർഷത്തെ എക്സാമിന് 3 തവണയൊക്കെ മാറ്റി വെക്കുകയും അവസാനം നടത്തി ക്വസ്റ്റ്യൻ ലീക്കായി എന്ന് പറഞ്ഞ് ക്യാൻസൽ ആവുകയും പിന്നെ 3 തവണ മാറ്റി വെച്ചു അവസാനമൊക്കെ നടത്തി. അത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഒരു MBBS ഗ്രാജുവേറ്റ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അവർ ആ PG എഴുതുന്നു, അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു, അതിൻ്റെ 3 വർഷത്തെ പഠനം 4 വർഷത്തെ പഠനം കഴിഞ്ഞ് അവർ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കുന്നു, അങ്ങനെ പോകുന്നു. BDSലേക്ക് വരുവാണെങ്കിൽ സാധ്യതകൾക്ക് കുറേ പരിമിതികളുണ്ട്. അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിലധികം BDS ഡോക്ടർമാർ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആണ്. 300-ലധികം കോളേജുകൾ BDSന് വേണ്ടിയുണ്ട്. അത്രയും ആളുകൾ, അത്രയും ഗ്രാജുവേറ്റ്സ് ഒരു കൊല്ലം ഇറങ്ങുന്നത് കൊണ്ട് BDSലൊരു ഒരു പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പുതിയതായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഒരു ജോബ് കിട്ടുക, ഒരു ഫിനാൻഷ്യൽ ഫീൽഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് BDSൽ. അതിനേക്കാളും അപകടകരമായ രീതിയിൽ തന്നെയാണ് ആയുർവേദവും ഹോമിയോ മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളിപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഒരു 17-18 വയസ്സായിരിക്കുകയാണ്. നിങ്ങൾ എത്ര തവണ ഒരു മോഡേൺ മെഡിസിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പനി ചുമ ജലദോഷത്തിന് പോയി നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ കൂടെ തന്നെ ആയുർവേദ ഹോമിയോയിൽ നിങ്ങൾ എത്ര തവണ പോയി എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്രമാത്രം പേഷ്യൻ്റ് ലോഡ് ഇങ്ങനത്തെ സെൻറ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ആണ് ഒന്നാമത്തെ കാര്യം. പേഷ്യൻ്റ് ലോഡ് കുറവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനർത്ഥം ഈ കാണുന്നതിൽ ആരും പോകുന്നില്ല എന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് പോലും ഒരു മോഡേൺ മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് തീരെ പോകാത്തവരുണ്ടാകാം. അപ്പം അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ട്, അത് ഉറപ്പം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ MBBS മോഡേൺ മെഡിസിനും ആയുർവേദ ഹോമിയോയും തമ്മിൽ ഏതാണ് നല്ലത് എന്ന ചർച്ചയല്ല ഇവിടെ പ്രസക്തം. അത് ഓരോന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള സയൻസൊക്കെയുള്ള 3 സ്ട്രീം ഓഫ് മെഡിസിനാണ്. അത് 3നും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലേതാണ് ബെറ്റർ എന്ന ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. അതല്ല ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയ ഒരു വിദ്യാർത്ഥി, +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥി നീറ്റ് എഴുതിയിട്ട് ഇത് 3നും പോകുമ്പോൾ കേവലം 2-3 ചോദ്യങ്ങൾ തെറ്റിയത് കൊണ്ട് ഇതെടുക്കണോ വേണ്ടയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അവിടെയാണ് ഞാനിന്ന് ആൻസർ ഉദ്ദേശിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് കൺക്ലൂഷൻ. കാരണം ഞാൻ ചോദിച്ച ആരും എന്നോട് ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. ശരിയായിരിക്കാം, MBBSനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതേപോലത്തെ മറുപടി കിട്ടാറുണ്ട്. എങ്കിൽ പോലും ആയുർവേദ ഹോമിയോ എടുത്ത് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞില്ല. അവർക്ക് 2-3 ചോദ്യം തെറ്റിയിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവരോട് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അവരും പറയുന്നത്. എന്തുകൊണ്ടാണ്? അതായത്
ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കുറവ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റലുകൾ നാട്ടിൽ പൊന്തുന്ന പോലെയല്ല ആയുർവേദത്തിൻ്റെ ഹോമിയോ ക്ലിനിക്കുകൾ നാട്ടിൽ പൊന്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ നിങ്ങളുടെ പഠന കാലഘട്ടം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ 1000 ആളുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ, 1000 ആളുകൾ MBBS പഠിക്കുന്നു, 1000 ആളുകൾ ആയുർവേദം പഠിക്കുന്നു, അല്ലെങ്കിൽ ഹോമിയോ പഠിക്കുന്നു വിചാരിക്കുക. ഇതിൽ 1000 പേരിൽ ഒരു 800ഓളം പേർക്ക് മോശമില്ലാത്ത ഒരു 30,000 അല്ലെങ്കിൽ 80,000 ഒക്കെ ഒരു സാലറി കിട്ടിയിട്ട് ഒരു ബേസിക് ലെവലിൽ MBBSന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ 1000 പേരിൽ ആ ഒരു 800 പേർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ MBBSനെ പോലെ പറഞ്ഞ പോലെ 1000-800 പേർക്ക് ഈ ഒരു 30,000 മുതൽ 50,000 രൂപ വരെ ഒരു മാസം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങൾ ഇപ്പോൾ MBBS എടുത്താലും ഇതെടുത്താലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി നിങ്ങളുടെ കോളേജ് കഴിഞ്ഞ് നേരെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആയുർവേദ ആൻഡ് ഹോമിയോ ഈസ് നോട്ട് ദി ഓപ്ഷൻ. കാരണം പഠിച്ചിറങ്ങിയ പാടെ തന്നെ ലക്ഷങ്ങൾ കൊയ്യാവുന്ന വലിയ പൈസക്കാരനാവുന്ന ഒന്നും വിചാരിക്കരുത്. അതിപ്പോൾ MBBSലും പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ സാധ്യതകൾ കുറച്ചുകൂടി കുറവാണെന്നതിൽ ആയുർവേദത്തിലും ഹോമിയോയിലും. ഞാൻ പറയുന്നില്ല കേട്ടോ, ഇവർ പറയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ വലിയ ഒരു ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ട് സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരുടെ കൂടെ ജൂനിയർ ഒക്കെ ആയിട്ടായിരിക്കും ഇവർക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടുക. അതിൽ തന്നെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നത് ഈ ജൂനിയർ ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ്, ഹോമിയോ ഡോക്ടേഴ്സ് തന്നെയാണ്. ആ സീനിയേഴ്സ് ആണ് അവിടെ പല കാര്യങ്ങളും റൺ ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ഓണറോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറൊക്കെ ആയവരായിരിക്കും ഒരു സീനിയർ. അവർ 1-2 ആളായിരിക്കും ഒരുപാട് രോഗികൾക്ക് വേണ്ടി 1-2 ആളെ ഉണ്ടാവുള്ളൂ. ഇപ്പം MBBSലെ പോലെ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതായത് ഇപ്പോൾ MBBSൽ പല സ്പെഷ്യലിസ്റ്റുകൾ പല സ്ഥലത്ത് പല ഹോസ്പിറ്റലിൽ ഒന്നിലധികം ആളുകളുടെ അവരുടെ ഇടയിൽ പല ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ചിലപ്പോൾ മെയിനായിട്ട് 2-3 പേരെ ഉണ്ടാവാറുള്ളൂ. അവരുടെ അണ്ടറിലാണ് പലതും വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സാലറിയുടെ കാര്യം നോക്കുവാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് 10,000-ന് താഴെ സാലറി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു 10,000-20,000 റേഞ്ചിൽ സാലറിയിൽ വരുന്നതാണ്. അത്രയും തന്നെ കിട്ടാത്തവരാണ് പലപ്പോഴും ഉള്ളത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ആയുർവേദ ഹോമിയോ എടുത്ത് എല്ലാവരും കഷ്ടത്തിലാണോ, ഇത്രയും മോശമാണോ? അല്ല. കാരണം ഈ പറഞ്ഞ പോലെ 1000 പേര് ഇത് എടുക്കുവാണെങ്കിൽ അതിൽ 10 പേര് അല്ലെങ്കിൽ അതിലൊരു 100 പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 100 പേരോ അല്ലെങ്കിൽ അതിലൊരു 10 പേരോ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അതെന്താണ്? അതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു കോമൺ ആളുകൾ, അതായത് അതെടുത്ത മെജോറിറ്റി ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ എന്താണ്, ഏത് ഫീൽഡിലും കുറച്ച് ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർ മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അവർ ചിലപ്പോൾ ഇതിൻ്റെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. BDSന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി അബ്രോഡ് ഉണ്ട്. ആയുർവേദത്തിന് ലിമിറ്റഡ് ആണ്, ഹോമിയോക്ക് കുറച്ച് ലിമിറ്റഡ് ആണ്, ആയുർവേദത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആയുർവേദയ്ക്ക്, അത് അല്ലെങ്കിൽ കർണാടകയിലുണ്ട്, അത് കണ്ടുപിടിക്കുക. അവിടെ എന്തെങ്കിലും സ്പായും വെൽനെസ്സും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫേംസ് ആരംഭിക്കുക. അങ്ങനെ ഒരു സാധാ ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു സാധാ ഹോമിയോ ഡോക്ടർ എന്നതിലുപരി എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ 100-300 രൂപ 400 രൂപയൊക്കെ ഫീസ് കൊടുത്തൊരു ഹോമിയോ ഡോക്ടറെ കാണിച്ചാൽ എനിക്ക് പേഴ്സണലി ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുന്നുകൾക്ക് നല്ല വിലയായിരുന്നു. അദ്ദേഹത്തിന് ബുക്കിംഗ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിനെ കാണാൻ. അതായത് കേരളത്തിൽ ഇപ്പോഴും ബുക്കിംഗ് ഒക്കെ ചെയ്ത് കാണേണ്ട ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണ് അർത്ഥം? അത് സക്സസ്ഫുൾ അല്ല എന്നാണോ? അല്ല. അതായത് അവർ സക്സസ്ഫുൾ ആണ്, അവർ മാറി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻ തെറ്റിയതിൻ്റെ പേരിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ എന്ന് പറയുന്നൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നേരെ നിങ്ങൾ ആ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, ഒരു കരിയർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ കോഴ്സിന് കയറി അന്ന് തൊട്ട് നിങ്ങൾക്കിതിൽ എന്താണ് സാധ്യതകളെന്ന് സ്വയം പരിശോധിക്കണം. അതിൽ നിങ്ങൾക്ക് എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം അറിയണം. നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന അത്ര യൂസ്ഫുൾ ആയ സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്യണം. അതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണം. എന്നിട്ട് പഠിച്ചിറങ്ങുന്ന സമയത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല രൂപത്തിലൊരു എന്താ പറയുക, ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ആരും ടേപ്പർ ചെയ്യാത്ത ഒരു മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ റെഡിയാണെങ്കിൽ ഈ കോഴ്സുകളെല്ലാം ലോകത്തിൽ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ രക്ഷപ്പെടും. ആ ഒരു മീനിങ്, ആ ഒരു അർത്ഥം മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആയുഷ്യം എടുക്കരുത്. അതേപോലെ തന്നെ ഇപ്പോൾ വെറ്റിനറി അഗ്രികൾച്ചർ ആണെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വെറ്റിനറി അഗ്രികൾച്ചറാണ് ബെറ്റർ ദൻ ആയുർവേദ ഹോമിയോ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇതിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതൽ. ഔട്ട്സൈഡ് ഇന്ത്യ അതിന് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം വെറ്റിനറി ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെറ്റിന് വേണ്ടിയിട്ടുള്ള വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് ക്ലിനിക്കുകളൊക്കെ ആരംഭിക്കപ്പെടുന്നുണ്ട്. അവിടെ പറയാം ഇസ്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് എലമെൻറ്റിൽ വെറ്റിനറിയിൽ എന്തുണ്ട്, സ്കോപ്പ് ഉണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തോളം ഭക്ഷണം വേണം.
ഫുഡ് പ്രോസസ്സിങ്, ബയോടെക്നോളജി എന്ന് പറയുന്ന വലിയ ഏരിയയിലൊക്കെ അഗ്രികൾച്ചർ എന്തുണ്ട്, ഒരുപാട് റോളുകളുണ്ട്. അപ്പം ഫാമിങ് തന്നെയാണെങ്കിൽ നമുക്ക് ചെറിയ സ്പേസിൽ ഫാം ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഈ എന്താ പറയുക വെള്ളം ഹൈഡ്രോപോണിക്സ് പോലെ അക്വാപോണിക്സ് പല രൂപത്തിലുള്ള കൃഷി ഏരിയകളിൽ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നാട് വളരുമ്പോൾ, പോപ്പുലേഷൻ കൂടുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് ഉയരുക തന്നെയുള്ളൂ. വെറ്റിനറിക്കും നല്ലതുണ്ട്. ഫാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വലിയ പ്രൊഡക്റ്റുകളുടെയൊക്കെ ക്വാളിറ്റി ചെക്ക്, ഇപ്പം വലിയ ഫാമുണ്ട്, ഇപ്പം പോൾട്രി അല്ലെങ്കിൽ കാറ്റൽസിൻ്റെ വലിയ ഫാം, കോടികളൊക്കെ ബിസിനസ് വരുന്ന വലിയ ഫാമിൽ ആൾ വേണ്ടി വരും അതിൻ്റെ ക്വാളിറ്റി നോക്കാൻ, അതിൻ്റെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ. ഇപ്പം നാട്ടിലെ പൂച്ചയെയും നാട്ടിലെ എന്തിനേലൊക്കെ നോക്കുന്നതിലുപരി അമേരിക്കയിലെ വലിയ ഫാമിലെ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറ്റിനറി എടുക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ കാണുന്ന സ്വപ്നം എന്താണ്, നമ്മൾ എന്താ കാണുന്നത്? ഞാനിപ്പം കോഴിക്കോട് ജില്ലയിലെ ഒരു ആയുർവേദ ഡോക്ടറായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വലിയൊരു ഫേമിലെ ആയുർവേദത്തിൻ്റെ ഒരു സീനിയർ ആളായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായി എനിക്കൊരു ഫേം ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ ചിന്തകൾ ആയിട്ട് ഇതിലെ വൈഡായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്തി ആ മാർക്കറ്റിംഗ് ടാപ്പർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ അടിപൊളി കോഴ്സാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ വേയിൽ ജസ്റ്റ് പഠിക്കുക, നേരെ ഇറങ്ങുക, ആരെങ്കിലും എനിക്കിങ്ങോട്ട് ജോലി തരും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നോ, എടുക്കരുത്. ലോൺ എടുത്ത് പഠിക്കേണ്ടതല്ല. ഇതാണെങ്കിലും ഹോമിയോ ആയുർവേദ ആണെങ്കിലും ഈവൻ BDS ആണെങ്കിൽ പോലും ലോൺ എടുത്ത് പഠിക്കുന്നത് കൊണ്ട് നോ എന്നാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. അതായത് ഒരു എഡ്യൂക്കേഷൻ ലോണൊന്നും എടുത്ത് പഠിക്കാൻ മാത്രം BDSനില്ല. MBBS പോലും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ അവസ്ഥ ഇല്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ MBBS സെൽഫ് ഫിനാൻസും പഠിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വീടും ആധാരമൊക്കെ പണയം വെച്ച് ലോൺ എടുത്ത് പഠിക്കാൻ മാത്രം MBBS ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാൻ പറ്റുന്നതാണ്. കാരണം ലോകം നല്ലൊരു മാന്ദ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരുടെ കയ്യിലും ബുദ്ധിമുട്ടാണ്, പൈസയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും MBBS എടുക്കരുത്, BDS എടുക്കരുത്, ഈ പറഞ്ഞ കോഴ്സൊന്നും എടുക്കരുത്. അപ്പോൾ സാറേ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിക്കണം, വെറും 3-4 ചോദ്യങ്ങളാണ് നിങ്ങൾ ലക്ഷങ്ങളുടെ കടക്കാരനാക്കാൻ പോകുന്നത്. അതിലും നല്ലത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. കാരണം 1 കൊല്ലം കൂടി നിങ്ങൾക്ക് അതിന് കൊടുക്കാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം. അതല്ല സാർ എനിക്ക് ടെൻഷനാണ്, എനിക്ക് എക്സാം എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കാം. ഒന്ന്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം, അതായത് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്താണ്? മര്യാദയ്ക്ക് റിവൈസ് ചെയ്തില്ല, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വന്ന പ്രശ്നം എക്സാം ടെൻഷനാണ്, എക്സാം സ്ട്രെസ്സാണ്, ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷനൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അത് അടുത്ത കൊല്ലവും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രോപ്പ് ഇയർ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അതിലുപരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങളെ പിറകോട്ട് വലിച്ച കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 കൊല്ലം കൂടി ട്രൈ ചെയ്യാം. കാരണം ആയുർവേദമാണെങ്കിലും ഹോമിയോ, ഇതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇപ്പോൾ ഹോമിയോ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് ഇപ്പോൾ എന്താ പറയുക പ്രിവെൻറ്റീവ് ഹെൽത്തിലും ഒക്കെ സയൻസും റിസർച്ചുമായി നടക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് പേഴ്സണലി. അവൻ അടിപൊളിയാണ് ചെയ്യുന്നത്. ഒരുപാട് യാത്രകൾ അദ്ദേഹം പോകുന്നുണ്ട്, പല കാര്യങ്ങൾ അദ്ദേഹം നടക്കുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള ഏരിയകളിലേക്ക് തിരിയാമെന്നും അവിടെ സാധ്യതകളുണ്ട് എന്നും മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ്. അതല്ലാതെ എല്ലാവരും പോകുന്ന പോലെ ഒരു MBBS കാരൻ പോലും MBBS എടുത്ത് ഞാൻ ഡോക്ടറായി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. അവരും PG എടുത്ത് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കുവാണ്. ചിലർ MBA എടുത്ത് ബിസിനസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലേക്ക് പോകുന്നു, ചിലർ UPSC എഴുതി സിവിൽ സർവീസിലേക്ക് പോകുന്നു, ചിലർ പ്ലാബ് എഴുതി UK പോകുന്നു, ചിലർ DH എക്സാം ഒക്കെ എഴുതി ദുബായിലേക്ക് ചേക്കേറുന്നു. പല രൂപത്തിലാണ് ആളുകൾ എല്ലാ ഡിഗ്രിയും കാണുന്നത്. അപ്പം നിങ്ങളുടെ വിഷൻ എന്താണ്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, ഈ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ചും വായിച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് കൊടുക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 31-നാണ്. സമയമുണ്ട് അല്ലേ? ഒരുപാട് സമയമുണ്ട്. ചിന്തിച്ചെടുക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, എന്നിട്ട് മാത്രം അലോട്ട്മെൻറ്റിനൊക്കെ ഓപ്ഷൻ കൊടുക്കുക. കിട്ടിയിട്ട് ഭംഗിയായിട്ട് പഠിക്കുക, അതിൽ വെറൈറ്റി ആയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചു, നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ 1 കൊല്ലം ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ളതിന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ 1 കൊല്ലം ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി, ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നെനിക്കറിയില്ല, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇത് മോശമാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ മോശമാണെന്നൊരു അഭിപ്രായമല്ല ഞാൻ നിങ്ങളോട് മുന്നോട്ട് വെച്ചത്. MBBS പോലും ഇപ്പോഴത്തെ കാലത്ത് കടുപ്പമാണ്.
അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർക്ക് പോലും ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി കോഴ്സുകളിലും അതേപോലെ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുക. കാരണം എന്നോട് പറഞ്ഞ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞത് പറ്റുമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത്ര എളുപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഞങ്ങളോടൊന്നും ആരും അത് പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു അറിവ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ആർക്കെങ്കിലും ഇപ്പം ഞാനീ പറഞ്ഞ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടാകാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്കിതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അറിയാത്ത ഏതെങ്കിലും ആംഗിളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വിദ്യാർത്ഥികൾ അത് വായിക്കുന്നതായിരിക്കും, അവർക്കത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇതാണ് സത്യം, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യം, കോമൺ ആയിട്ടുള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത് അത്ര അടിപൊളിയൊന്നുമല്ല. കുറച്ച് കഷ്ടപ്പെടണം, പഠിച്ച പാടെ തന്നെ ലൈഫ് സെറ്റൊന്നും ആവില്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് മക്കളെ ഞാൻ നിങ്ങളോടും പറയുകയാണ്. പാരൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങളോട് പറയാനുള്ള എന്താണ്, അതാണ് ഇവിടുത്തെ റിയാലിറ്റി. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.